Good morning, everyone. Welcome to our channel Digital Help Desk. Today's video is about UGC anti-ragging procedures step by step. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ UGC ആൻറ്റി-റാഗിങ് പ്രൊസീജിയേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ആൻറ്റി-റാഗിങ് എന്നുള്ളതിനെ ഒരു മുൻധാരണ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്കതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവാം. is a mandatory step for all students enrolling at every kind of universities that recognized by UGC. UGC recognized ആയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെ സ്റ്റുഡൻസും എൻറോൾ ചെയ്ത എല്ലാ സ്റ്റുഡൻസും നിർബന്ധപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത് ആൻറ്റി-റാഗിങ് പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ SNGOയിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ഈ ഒരു ആൻറ്റി-റാഗിങ് പ്രൊസീജിയർ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വാട്ട് ഈസ് റാഗിങ്, എന്താണ് റാഗിങ് എന്നുള്ളത്, എന്തിനാണ് നമ്മളൊരു ആൻറ്റി-റാഗിങ് പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മളിത് ചെയ്യൽ നിർബന്ധമാണോ, ഇതില്ലാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ വാട്ട് ഈസ് റാഗിങ് എന്നുള്ളത് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ സീറോ ടോളറൻസ് പോളിസി എൻഫോഴ്സ്ഡ് ബൈ യൂണിവേഴ്സിറ്റി ആൻഡ് ദ ഗവൺമെൻറ് ടു മേക്ക് ഷുവർ എവറി സ്റ്റുഡൻസ് ഫീൽ സേഫ്. ഗവൺമെൻറ്റും യൂണിവേഴ്സിറ്റിയും കൊണ്ടുവന്ന ഒരു പോളിസിയാണ്, ഒരു നയമാണിത്. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ഷുവർ എവറി സ്റ്റുഡൻസ് ഫീൽ സേഫ്, എല്ലാ സ്റ്റുഡൻസും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കംഫർട്ടബിൾ വൈൽ സ്റ്റഡിയിങ്, പഠിക്കുന്നതിനിടെ കംഫർട്ടബിൾ രൂപപ്പെടുത്താൻ വേണ്ടിയുമാണ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഈ ഒരു നയം കൊണ്ടുവന്നത്. സോ as we know that ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള റാഗിങ്ങുകളും അതുപോലെ തന്നെ വെർബൽ അബ്യൂസ് ആവട്ടെ, ഫിസിക്കൽ ഹാം ആവട്ടെ, സെക്ഷൽ അസോൾട്ട് ആവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള റാഗിങ്ങുകൾ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് UGC ആൻറ്റി-റാഗിങ്ങിനുള്ള ഒരു പ്രൊസീജിയർ, ഒരു നയം കൊണ്ടുവരാനുള്ള കാരണം. അടുത്ത ഡൗട്ടാണ് വൈ ദ ഓൺലൈൻ അണ്ടർടേക്കിംഗ് ഈസ് മാൻഡേറ്ററി. എന്തിനാണ് ഈ ഓൺലൈൻ അണ്ടർടേക്കിംഗ് നിർബന്ധമാക്കിയതെന്നാണ്. നമുക്കറിയാം, ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ് ഫോർ ലേണേഴ്സ്. എല്ലാ പഠിതാക്കൾക്കും ഇത് നിർബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആൻഡ് ദർ പാരൻസ്, അവരുടെ പാരൻസിന് നിർബന്ധമാണ് ടു ഡിക്ലെയർ ദർ കമ്മിറ്റ്മെൻറ്റ് ടു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റാഗിങ്. ഇതൊരു സത്യപ്രതിജ്ഞ മാതിരി, ടു ഡിക്ലെയർ ദർ കമ്മിറ്റ്മെൻറ്റ് ടു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റാഗിങ്. റാഗിങ്ങിൽ നമ്മളാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നൊരു ഡിക്ലറേഷനാണ് ഈ ഒരു ഓൺലൈൻ അണ്ടർടേക്കിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓൺലൈൻ അണ്ടർടേക്കിംഗ് നിർബന്ധമായത്. സോ വാട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് ടു ഓൺലൈൻ പ്രോസസ്സ്. അതായത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഓൺലൈൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ആക്സസ് ദി പോർട്ടൽ ഓപ്പൺ ആക്കുക. വിസിറ്റ് ദ ഒഫീഷ്യൽ UGC ആൻറ്റി-റാഗിങ് വെബ്സൈറ്റ്. ഒഫീഷ്യൽ വെബ്സൈറ്റായുള്ള anti-ragging.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ദ ബോത്ത് ഫോംസ്, അതായത് രണ്ട് ഫോമും കംപ്ലീറ്റ് ചെയ്യുക. നമ്മളുടെയും നമ്മുടെ പാരൻസിൻ്റെയും ഫോം കംപ്ലീറ്റ് ചെയ്യുക. സേവ് കൺഫർമേഷൻ, ആ ഒരു കൺഫർമേഷൻ മെയിൽ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയാണ് ഇതൊരു ആകത്തുക. ഇനി ഡീപ്പാക്കി പോകുമ്പോൾ ആക്സസ് ദി ഒഫീഷ്യൽ UGC പോർട്ടൽ. എങ്ങനെയാണ്? ഈ anti-ragging.in എന്നുള്ള വെബ്സൈറ്റ് എന്ത് ചെയ്യുക, ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഫോം, നമ്മളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാരൻസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ UGCയിൽ എങ്ങനെ കൊടുത്തത് അതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫിൽ ചെയ്യുക. ആൻഡ് റിസീവ് ആൻഡ് കൺഫർമേഷൻ, സേവ് ദ കൺഫർമേഷൻ. നമ്മളുടെ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ റിസീവ് ആൻ ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ മെയിൽ. ഒരു കൺഫർമേഷൻ മെയിൽ എന്ത് ചെയ്യും, നമ്മൾക്ക് കിട്ടും. ആൻഡ് ആൾസോ യുണീക്ക് റെഫറൻസ് നമ്പർ, ഒരു റെഫറൻസ് നമ്പർ നമ്മൾക്ക് കിട്ടും. ദിസ് ഈസ് യുവർ പ്രൂഫ് ഓഫ് കംപ്ലയിൻസ്. ഇതാണ് ഈ ഒരു റെഫറൻസ് നമ്പറും ഈ ഒരു PDF ഈ കൺഫർമേഷൻ മെയിലുമാണ് നമ്മളുടെ പ്രൂഫ്. നമ്മൾ ഇത് ചെയ്തിക്കണു, ആൻറ്റി-റാഗിങ് ചെയ്തിക്കണു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് റെഫറൻസ് നമ്പറും ഈ ഒരു കൺഫർമേഷൻ മെയിലും. അപ്പോൾ നമ്മൾ സേവ് ദിസ് ഇമെയിൽ ആൻഡ് ദ റെഫറൻസ് നമ്പർ സെക്യൂർലി. നമ്മൾ ഈ ഒരു മെയിലും കൺഫർമേഷൻ നമ്പറും റെഫറൻസ് നമ്പറും എന്ത് ചെയ്യുക, സെക്യൂറായിട്ട് സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഓൺലൈൻ പ്രോസസ്സും കംപ്ലീറ്റ് ആയി. നമ്മളുടെ ആ ഒരു കിട്ടിയ ഒരു ഫയൽ, ആ ഒരു ഇമെയിൽ എന്ത് ചെയ്യുക, ഒരു സെക്യൂറായിട്ടൊരു ഫയലിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിൽ കൊടുത്തുള്ളത് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അവരുടെ ആൻറ്റി-റാഗിങ്ങിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറും അതുപോലെ തന്നെ അവരുടെ ഇമെയിൽ സപ്പോർട്ടുമാണ്.
Then if you don't know how to apply, feel free to message our team. We can assist you to get updates and everything. And also join our WhatsApp group to get updates. Okay, link in ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാ അപ്ഡേറ്റ്സും അതിലൂടെ അറിയിക്കും. SNGO റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മളത് അറിയിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യാം, ക്രോം എടുത്തിട്ട് നോക്കി. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർഫേസ്. അതായത് AntiRagging.in എന്ന സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഇതാണ്. അതായത് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അത് തൊട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന, അത് ക്ലിക്ക് ചെയ്യുന്നതിൽ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഇതാണ്. ഇതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുക. 3 ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് വരുന്ന നമ്മളുടെ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നമ്മളുടെ നെയിം, നമ്മളുടെ മിഡിൽ നെയിം, ഷുവർ നെയിം മീൻസ് നമ്മളുടെ ഇനീഷ്യൽ ഉണ്ടല്ലോ, അത് കൊടുക്കുക. ഇപ്പോൾ മിഡിൽ നെയിം ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ഷുവർ നെയിം മാത്രം കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മളുടെ മൊബൈൽ നമ്പർ, ഇമെയിലും ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ പാരൻസ് നെയിം കൊടുക്കുക. വെദർ ഇറ്റ് ഈസ് മദർ ഓർ ഫാദർ, ആരെയും പേര് കൊടുക്കുക, അവരുടെ നമ്പർ കൊടുക്കുക, മെയിൽ കൊടുക്കുക, സിറ്റി, സ്റ്റേറ്റ്, പിന്നെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക. നമ്മളുടെയും പാരൻസിൻ്റെ കുറേ അഡ്രസ്സ് ആവുമല്ലോ, നമ്മളുടെ അഡ്രസ്സ് എന്ത് ചെയ്യുക, കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് കേരള, യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക. SNGO എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി കോഡും യൂണിവേഴ്സിറ്റി നെയിമും ഇവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മളുടെ അല്ല, യൂണിവേഴ്സിറ്റി വൈസ് കൗൺസിലറിൻ്റെയും അവരുടെ നമ്പറും അവരുടെ ലൈനിൻ്റെ നമ്പറും ഒക്കെയാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കഴിയാത്തവർ എന്ത് ചെയ്യാം, ഇതിൽ നോക്കി ഫില്ല് ചെയ്യുക. പിന്നെ നമ്മളുടെ കോഴ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഡിപ്ലോമ അല്ല, നമ്മളുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ചൂസ് ചെയ്യുക. നമ്മളുടെ കോഴ്സ് നെയിം കൊടുക്കുക. നമ്മളുടെ സ്റ്റുഡൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഒരു ക്ലാസ്, അത് നമ്മളുടെ എൽഡെസ്കിൽ എത്ര, വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ടോ അതെന്ത് ചെയ്യുക, ഒരു റാൻഡമായിട്ട് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കറൻറ്റ് ഇയർ ഓഫ് സ്റ്റഡി, നമ്മൾ എത്രാമത്തെ ഇയറാണ് ഇപ്പോൾ പഠിക്കണത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് ഇയർ കൊടുക്കുക. അതുപോലെ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, അല്ലാണ്ട് നമ്മളുടെ നിയറസ്റ്റ് അല്ല. അപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് അഗ്രി ചെയ്യുക, ടിക്കറ്റ് കൊടുത്താൽ മതി. നമ്മൾ ഇതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടിക്കാണിത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ AntiRagging ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുക്കുക. അറിയാത്തവർ എന്ത് ചെയ്യുക, ഇതിൽ കോപ്പി ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫില്ലാവും. നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു പേജിലേക്ക് പോകും. നമ്മുടെ റെഫറൻസ് ID ലഭിച്ച ഒരു പേജിലേക്ക് പോകും. അതായത് നമ്മുടെ റെക്കോർഡൊക്കെ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഒരു പേജിലേക്ക് പോകും. അവിടെ ഈ റെഫറൻസ് ID എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യുകയും നമ്മൾ നേരെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ, സ്ക്രോൾ ഡൗൺ ചെയ്ത് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് അണ്ടർടേക്കിംഗ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകും. ഇവിടെ റെഫറൻസ് നമ്പർ, നമ്മൾ നേരത്തെ കണ്ട ആ റെഫറൻസ് നമ്പറും ഇമെയിൽ ID-യും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഡോക്യുമെന്റ് ഇവിടെ വരികയും ആ ഡോക്യുമെന്റ് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ന്യൂ അപ്ഡേറ്റ്സ്. താങ്ക്സ്.